ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന പോലത്തെ ഒരു കേസ് അല്ല ഇത്. കോടതിയിൽ നിന്ന് മാത്രമേ നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റൂ. എടാ, പോലീസുകാർക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവത്തില്ലേ? അവന് പറഞ്ഞുകൂടായിരുന്നോ അവനല്ലേ ഇതൊന്നും ചെയ്തെന്ന്? അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ അയാളെ കൊല്ലുന്നേ? ഈ അവന്തികയുടെ അമ്മാവനും സച്ചിയായിട്ട് എന്താ ബന്ധം? പോലീസുകാര് ഏട്ടനെ കുടിക്കുന്നത് തന്നെയാ. എങ്ങനെയെങ്കിലും ഏട്ടനെ ജാമ്യത്തിൽ ഇറക്കണം. നീ കരയാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ സച്ചിയെ പോലീസുകാരുടെ കള്ളക്കേസിന്റെ പേരിൽ ജയിലിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. നീ അകത്തേക്കൽ, ഇവിടെ നിന്ന് കൂടുതൽ കരയണ്ട. ഇനിയിപ്പോ നമ്മൾ എന്താ മോനെ ചെയ്യേണ്ടത്? ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ തന്നെ കാണണം. നാളെ ആവട്ടെ. ഞാൻ സന്ദീപിനോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ മരിച്ചത് ശരിക്കും അവളുടെ അമ്മാവൻ തന്നെയാണോ? ആർക്കറിയാം. പോലീസ് പറയുന്നത് അത് അയാൾ തന്നെയാണെന്നാ. സച്ചിക്ക് അയാളോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നു പോലും. ചാകേണ്ടിയിരുന്നത് അയാളല്ലായിരുന്നു, ആ അവന്തികയായിരുന്നു. അവളങ്ങ് ചത്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കുക. എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മേ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? സച്ചിയുടെ സമതല ആകെ തെറ്റിയിരിക്കുന്ന പോലെയാ എനിക്ക് തോന്നിയത്. അതെന്താ? അവനെന്ത് പറ്റി? അതെനിക്കും അറിയില്ല. പക്ഷേ അവൻ പറയുന്നത് അവനിന്ന് അച്ഛനെ കണ്ടുവന്ന്. നീ എന്താ പറഞ്ഞത്? ആരെ കണ്ടെന്നാടാ? നമ്മുടെ അച്ഛനെ. ഞാൻ അർച്ചനെ കണ്ടു. അവിടെ ആ ഹോസ്പിറ്റലിൽ അവളുണ്ടായിരുന്നു. സച്ചിട്ടാന്ന് വിളിച്ച് അവൾ എന്റെ അടുത്തേക്ക് ഓടി വന്നതാ. അച്ഛനെയോ? എന്റെ ദേവി, എടാ ഇത് സത്യാണോ? സത്യാണോന്ന്? അവളെ അവൻ ശരിക്കും ഉണ്ടോ? എവിടെ വെച്ചാ കണ്ടത്? അവളെ എപ്പോഴാ കണ്ടത്? എന്നിട്ട് അവൾ എവിടെയാന്ന്? അമ്മ ബഹളം വെക്കാതെ ഞാൻ പറയുന്നത് കേക്ക്. പറ. ഇതാ ഞാൻ പറഞ്ഞത്. അവൻ സമതല തെറ്റിയതുപോലെയാ സംസാരിക്കുന്നതെന്ന്. ആശുപത്രിയിലെ ഏതൊരു രോഗിയുണ്ടവൻ പോയതായിരുന്നു. അവിടുന്ന് അവൻ തിരിച്ചു പോരാൻ ഒരുങ്ങുമ്പോ അച്ചു അവന്റെ പിന്നാലെ ഓടി വന്നെന്നാ സച്ചി പറയുന്നേ. എന്നിട്ട് അവൻ അവളോടൊന്നും സംസാരിച്ചില്ലേ? അവളുടെ കൂടെ കുട്ടി ഉണ്ടായിരുന്നോ? അവൻ അച്ചുവിനെ വ്യക്തമായിട്ട് കണ്ടു. എന്നിട്ട് അവൻ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുമ്പോഴാ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തത്. എല്ലാ ദിവസവും റോഡിലൂടെ അവിടെ ഇവിടെയൊക്കെ വെച്ച് ഓരോ സ്ത്രീകളെ കണ്ടിട്ട് അച്ചു ആണെന്നും പറഞ്ഞ് സാധാരണ അവൻ ബഹളം വയ്ക്കാറുണ്ട്. ചിലപ്പോ ഇതും അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ അച്ചു ഈ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ അറിയാതിരിക്കൂ. അപ്പൊ അവൻ കണ്ടത് അച്ചുവിനെ അല്ലെന്നാണോ? ആണെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്താലും അച്ചു അവന്റെ പിന്നാലെ ചെല്ലാതിരിക്കോ? അവന്റെ മാനസിക നിലയ്ക്ക് എന്തോ സാരമായ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്.